ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇങ്ങനെ പെട്ടിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഈ നൂല് കൊണ്ടുള്ള ബന്ദിപ്പൂവാണ്. ബന്ദിപ്പൂ ഇത് വേറൊരു ടൈപ്പിൽ ഉണ്ടാക്കിയതാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വേറെ ടൈപ്പിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കട്ടിംഗ് പേപ്പർ എടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ നൂല് ഇതുപോലെ ഇങ്ങനെ ചുറ്റി എടുക്കുക. 50 പ്രാവശ്യം ചുറ്റണം. അങ്ങനെ ചുറ്റിയിട്ട് നമ്മളിങ്ങനെ എടുത്ത് നീളത്തിൽ വെച്ചിട്ട് ഇതുപോലെ കെട്ടിയെടുക്കണം. ഓരോ ഇതിലും കെട്ടി എടുക്കണം. ഇതിപ്പോൾ തണ്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്താണ്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇത് ചുറ്റിയെടുത്തിട്ട് നമുക്കിത് കൂട്ടിയെടുക്കാം, കൂട്ടാതെ എടുക്കാം, നീളത്തിലെടുക്കാം, വീതിയിൽ എടുക്കാം. ഇങ്ങനെ കെട്ടണം. ഒരറ്റത്ത് കെട്ടിയിട്ട് നമ്മളൊരു നീളത്തിൽ ഇങ്ങനെ ഇവിടെ കെട്ടണം. നമ്മളിതുപോലെ ഈ നൂല് മൊത്തം ഇതുപോലെ ഇങ്ങനെ കെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ നടുക്കിങ്ങനെ മുറിച്ചെടുക്കണം. നടുക്ക് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ പൂ പോലെ അതിൻ്റെ ഇപ്പറയും ഇങ്ങനെ വെട്ടിയെടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ പച്ച ഇതുപോലെ വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെക്കും. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറെ ടൈപ്പിലും ചെയ്യും. നമ്മൾ ആദ്യമേ നീളത്തിൽ 50 എണ്ണം എടുത്തിട്ട് ഇതുപോലെ പച്ച എടുത്തിട്ട് ആ ഓറഞ്ച് നൂല് ഇതിൻ്റെ മേളിൽ വെക്കും. ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ മുറിച്ച് കളയും. ഇവിടെ മുറിക്കുമ്പോൾ നമുക്ക് പച്ച ഇത് തണ്ടും കിട്ടും. ഇതുപോലെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്ക്കണ്ട. ഇപ്പം ഞാൻ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ തയ്ച്ചെടുക്കാനായിട്ടാണ്. ഇവിടെ ഇണക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതിൻ്റെ കൂടെ തയ്ച്ചെടുക്കണം. ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ മടക്കി കെട്ടിയെടുത്തിട്ട് വെട്ടിയെടുത്തതാണിത്. അതിനി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് തണ്ടിനായിട്ട് നമ്മളിവിടെ പച്ച നൂലെടുത്തിട്ടുണ്ട്. അതിങ്ങനെ വെട്ടിയെടുക്കണം. ഇതുപോലെ വെട്ടിയെടുക്കണം. ഓരോ ഇതും വെട്ടിയെടുക്കണം. ഇതുപോലെ വെട്ടിയെടുത്തിട്ട് ആ ഓറഞ്ച് നൂല് ചെയ്ത പോലെ തന്നെയാണ് ഇത് നമ്മൾ കെട്ടി എടുക്കണത്. അത് ഇങ്ങനെ മുറിച്ചെടുക്കണം. ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് കെട്ടിയെടുക്കണം. എന്നിട്ടിങ്ങനെ മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോർക്കാം. നമ്മളൊരു സൂചി നൂല് കോർത്തിട്ട് ആദ്യമേ നമ്മൾ
ഒരു പച്ച നൂലെടുക്കണം. അത് ഇങ്ങനെ വെച്ചിട്ട് നൂലെടുത്തിട്ട് ഈ വെച്ചിരിക്കുന്ന അതിൻ്റെ നടുക്കൂടെ നമ്മൾ ഇങ്ങനെ കോർത്ത് വെക്കാം. ഇനി നമുക്കൊരു പച്ച ഇനി നമുക്കൊരു പൂ. പച്ച നമുക്കിവിടെ ജമന്തിപ്പൂ ഇതുപോലെ ബന്ദിപ്പൂ ഇങ്ങനെ നമുക്ക് കോർത്ത് വയ്ക്കാം മാലയായിട്ട്. ഇതുപോലെ മൊത്തം കോർത്ത് നമുക്ക് എടുക്കാം. നമ്മുടെ ബന്ദിപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബായ്.